ഇനിയിപ്പോൾ മനസ്സിലേക്കൊരു അനുരാഗം കൂടെ വന്നാൽ നന്നായിട്ട് പാടുമെന്നാണ് തോന്നുന്നത്. മോഹം പൂക്കുവാൻ ഹൃദയത്തുടിപ്പുമായി, സജീബ് പെരിയമ്പലത്തിൻ്റെ രചന അല്ലേ, അഷ്റഫ് മഞ്ചേരിൻ്റെ സംഗീതം. അപ്പോൾ നല്ലൊരു ലവ് മോഡിൽ പാടുമ്പോളും. ഓക്കെ, താങ്ക് യു അപ്പുക്ക. അപ്പൊ അങ്ങനെ പാടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആശകളെല്ലാം നിരാശയായി മാറി, ആയുസടർ നിന്നു നീരേ, അകതാരിൽ ഇന്നും ഉണർന്ന കാലം, അകന്നക നിന്നു ഞാനൊരു കോലം. നാളെ നീ എന്റെ സ്വന്തമാകാൻ വിധി, നാളേറെയായി മഹർ നീ ചാർത്താൻ കൊതി. നാളെത്രയുണ്ടാ കനവ് പുലരാൻ, നീയില്ലാതെ എന്റെ ഈ ജന്മം നീറിപ്പു കഞ്ഞിരിഞ്ഞിടും, മൺമറഞ്ഞിടും. മോഹം പൂക്കുവാൻ ഹൃദയത്തുടിപ്പുമായി, ദാഹം നിന്നേറെ കരളായ പൊന്നേ, ദാഹം നിന്നേറെ കരളായ പെണ്ണെ. മോഹിപ്പിച്ചെന്നെ കരയിൽ പിടയ്ക്കണ കരിമീൻ പോലെ പിടയണിന്നെ, ഞാനും കരിമീൻ പോലെ പിടയണിന്നെ. മോഹം പൂക്കുവാൻ ഹൃദയത്തുടിപ്പുമായി, ദാഹം നിന്നേറെ കരളായ പൊന്നേ, ദാഹം നിന്നേറെ കരളായ പൊന്നേ. ഹഫ്ന, എന്ത്? എന്ത് അടിപൊളിയായിട്ട് പാടിയേ. താങ്ക് യു. ഹഫ്നെ കാണുന്ന പോലെ തന്നെ കാണാനും ഭംഗി, കേൾക്കാനും ഭംഗി, ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അപ്പൊ നമുക്ക് ജഡ്ജസിന്റെ ചോദിക്കാം. പാപ്പുക്ക, ഈ പാട്ട് ഇപ്പോഴത്തെ പ്രേമമല്ല, എൻ്റെയും സിവിലേച്ചിൻ്റെയും ഒക്കെ ചെറുപ്പത്തിലുള്ളൊരു പ്രേമമാണ്. അതിനനുസരിച്ചുള്ള ഒരു ബിറ്റുമാണ് ഇവർ വായിച്ചത്. കാരണം ഒരു രാഘവമാഷ പാട്ടിന്റെ സ്റ്റൈൽ, കൊന്നപ്പൂവൊക്കെ കെട്ടെ ഒരു 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 സുഖം.
ആദ്യകിരണങ്ങളിലുള്ള കല്യാണ ബോധിരൊക്കെ ആ ഒരു സ്റ്റൈൽ അതേ രീതിയിൽ തന്നെ അവർ ആ മ്യൂസിക്കും വായിച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രേമം വാട്സപ്പും പിന്നെ ചാറ്റും ഒക്കെയാണ്. ഇത് പഴയ കളിപ്പുര പന്തലും. അപ്പൊ നമ്മളെയൊക്കെ ഒന്ന് ആ ചെറുപ്പത്തിലേക്ക് കൂട്ടിക്കൊണ്ടേ അനീസ് വില്ലേജിനെയൊക്കെ അതിൽ തന്നെ ഏറ്റവും നല്ല ഒരു അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. രചയിതാവും സംഗീതജ്ഞനും ഒക്കെ നജീബ് എൻ്റെ ഒരു സുഹൃത്താണ് പെരിയമ്പലത്തുള്ള. അപ്പോൾ മോള് ഈ പാട്ട് തിരഞ്ഞെടുത്തത് ഒരു പഴയ ഒരു പ്രേമഗാനം, ഒരു വസന്തൻ്റെ ഒക്കെ ഒരു പഴയ ബി വസന്തൻ്റെ ഒക്കെ ഒരു പാട്ടിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് തോന്നി. ശബ്ദവും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. സിവിലേജ് ഇങ്ങനെ ഇടക്കിടക്ക് നോക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സ്റ്റൈൽ തന്നെ മ്യൂസിക്കും വായിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട ഫൈസൽ. പിന്നെ ജോയിൻ്റെ മേലിലും വിറ്റും ഒക്കെ ആ പഴയ സ്റ്റൈലിലേക്ക് പോയി. വളരെ നന്നായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അവർ പറയും. മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ പിന്നെ ന്യൂജൻ പ്രേമമല്ല, പഴയ കാലത്തുള്ള ഒരു പ്രേമപ്പാട്ടാണ്. നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു അപ്പുക്ക. സിവല ചേച്ചി. ഹഫ്ന എന്തോ നല്ല രസമായിട്ട് പാടി. താങ്ക് യു. എവിടെയും ഒരു കറയില്ലാതെ വളരെ ക്ലീനായിട്ട് മോള് പാടിയിട്ടുണ്ട്. അഷറഫ് മഞ്ചേരിയുടെ നല്ലൊരു പാട്ടാണിത്. അതിനെന്ത് രസം കേൾക്കാനായിട്ട്. ഫുള്ളായിട്ട് കേട്ടപ്പോൾ നല്ലൊരു പ്രത്യേകതയും തോന്നി ഈ പാട്ടിന്. അങ്ങനെ കൂടുതലായിട്ട് നമ്മളിപ്പോഴും കേട്ട് മടുത്തൊരു പാട്ടല്ല അത്. ഒരു പ്രത്യേക ഒരു പുതുമയുണ്ടായിരുന്നു ഈ പാട്ടിന്. അത് മോള് പരമാവധി നന്നാക്കിയിട്ടുണ്ട്. ഒരു സ്ഥലത്തും എനിക്ക് പ്രത്യേകമായിട്ട് ഒന്നും പറയാനില്ല. നല്ല ഒരു വരികളും അതുപോലെ അഷറഫിന്റെ നല്ലൊരു പാട്ടും. ഇതാരാ പാടിയത് മോള്? പാടിയത് ഇത് പുതിയ രചന ആയതുകൊണ്ട് പാടിയിട്ടൊന്നുമില്ല. ഇതിന്റെ പുതിയതായിട്ട് രചിച്ചതാണ്. ഫോണ് എനിക്ക് വിട്ടുന്നത് അനാമിക പാടിയ പാട്ടാണ്. ഞാൻ കേട്ട് പഠിച്ചത്. നല്ലൊരു സുഖമുണ്ട്. നമുക്ക് പ്രത്യേകം ഇഷ്ടപ്പെടും അല്ലേ ബാപ്പു? പഴയ പ്രേമഗാനാണ് പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് പ്രത്യേകം ഇഷ്ടപ്പെടും. ഇപ്പോഴത്തെ തലമുറ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. നിഷാദേട്ടാ. ഹഫ്ന, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രണയഗാനം ഇതുവരെ കേട്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ തിരഞ്ഞെടുപ്പ് തന്നെ വളരെ നന്നായി. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പാട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു എന്താ പറയാ, ഒരു പെപ്പിനെസ് പാട്ടിൽ വരാമായിരുന്നോ. അതായത് ഒരു കുസൃതി അല്ലേ, അങ്ങനെ പറയില്ലേ, അങ്ങനെ അത് വരാമായിരുന്നോ എന്നൊരു തോന്നല് പാട്ട്. അതിന്റെ ട്യൂണിനും വരികൾക്ക് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് കുറച്ചുകൂടി ഒന്ന് വരാമായിരുന്നു, ഒരു പ്ലേഫുൾ ആയിട്ട് പാടാമായിരുന്നോ എന്നൊരു തോന്നൽ. അത്രയേ ഉള്ളൂ. മോള് നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമായിട്ട് പാടി. ഹഫ്നയുടെ വോയിസിനെ പറ്റി എപ്പോഴും നമ്മൾ പറയുന്നതാണ്. അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഇനി നല്ല നല്ല പെർഫോമൻസസ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു നിഷാദേട്ടാ. ആൻഡ് വെൻസിത. ഹഫ്ന, എപ്പോഴത്തെയും പോലെ നന്നായി പാടി മോളെ. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാല് സജീബ്ക ബാപ്പുക്ക പറഞ്ഞ പോലെ ഒരു പഴയ കാലത്തിന്റെ ശൈലിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിപ്പം കമ്പോസ് ചെയ്തത് അഷ്റഫ് അതിന് ആപ്റ്റ് ആയിട്ട് തന്നെ കമ്പോസ് ചെയ്തിട്ടുമുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ, അല്ലാതെ ഒരു മോഡേൺ ട്യൂണിട്ട് അതിന്റെ ആ ഒരു പഴമ എന്ന് പറയുന്നില്ല, അങ്ങനെയല്ല, ആ ഒരു കാലത്തിന്റെ ഒരു ഭംഗി നഷ്ടപ്പെടുത്തിയിട്ടില്ല. അപ്പൊ മോളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായി തന്നെ പാടിയിട്ടുണ്ട്. ട്രാജഡിയാന്ന് തോന്നുന്നല്ലേ ലാസ്റ്റ്. ഇപ്പൊ സ്വപ്നം കാണുകയാണ്, ഇത് നടക്കുമോന്ന് അറിയില്ല, വെയിറ്റിംഗ് ആണ്. പണ്ടത്തെ കാലത്ത് എല്ലാവർക്കും പ്രേമം തുറന്നു പറയാൻ ഭയങ്കര മടിയാണല്ലോ. അപ്പൂക്കൊക്കെ കൊറേ കഥ ഇങ്ങനെ പറയലുണ്ട് അല്ലോ അപ്പൂക്ക. അപ്പൂക്കക്ക് ഓക്കെ. അപ്പൊ അതുകൊണ്ടായിരിക്കും ആ ഒരു ശൈലിയിൽ എഴുത്ത്. സജീബ് ഖാന്റെ ഉപ്പയും ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. വിയൻകുട്ടി മാഷിന്റെ ഗ്രാമഫോൺ റെക്കോർഡ്സിനൊക്കെ വേണ്ടിയിട്ട്. നാട്ടില് അദ്ദേഹം അവിടെ ഒരു വാച്ച് മേക്കറായിട്ട് വർക്ക് ചെയ്തിരുന്നു. എനിക്കറിയാം, നാട്ടുകാരൻ തന്നെയാണ് അദ്ദേഹം. മാഷ് കുറെ പാട്ടും പാടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ. അതെ അതെ. അപ്പൊ സജീബ് ക അഷ്റഫ് ക ടീമിന്റെ നല്ലൊരു പാട്ട് മോള് നന്നായി തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നന്നായി തന്നെ പാടാൻ പറ്റട്ടെ ഇനി അങ്ങോട്ടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ എന്ത് വേണം? മാർക്സ് ഫ്രം നിഷാദേട്ടാ. ഹഫ്നയുടെ ഈ പാട്ട് കേട്ടപ്പോ എനിക്കൊരു പാട്ട് പാടാൻ കൊതി. അനുരാഗലോലനി അരികിലില്ലെങ്കിൽ അഴകെനിക്കെന്തിനു തോഴി,
അഴകെനിക്കെന്തിനു തോഴി. 19 marks. 19 marks. Vencita. 19. 19. And Chichi. എനിക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ല ഈ പാട്ട് കേട്ടിട്ട്. ഞാൻ ഫുൾ മാർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. 10 marks. Hafnida total score is 48 on 50. Happy അല്ലേ? ഹാപ്പിയാ. അപ്പൊ പിന്നെ നെക്സ്റ്റ്